മുൻ DGP ആർ ശ്രീലേഖ IPSനെതിരായ കോടതിയലക്ഷ്യ ഹർജി തള്ളി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് പങ്കില്ലെന്ന പരാമർശത്തിനെതിരെയായിരുന്നു ഹർജി. യൂട്യൂബിൽ സസ്നേഹം ശ്രീലേഖ എന്ന പേരിലും ഓൺലൈൻ മാധ്യമത്തിലും നൽകിയ പരാമർശങ്ങളിലാണ് കേസിന് ആധാരം. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് നടി നൽകിയ കോടതിയലക്ഷ്യ ഹർജി തള്ളിയത്. വിവരങ്ങളുമായി രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും ചേർന്നു. രേഷ്മ, ആർ ശ്രീലേഖ IPSനെ ഏറ്റവും ആശ്വാസകരമായൊരു വാർത്ത തന്നെയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു ഹർജി കോടതി തള്ളിയത്? അമൽ, നടിയെ ആക്രമിച്ച സംഭവത്തിൽ ദിലീപിന് പങ്കില്ലെന്നും പോലീസ് കണ്ടെടുത്ത തെളിവുകളൊക്കെ തന്നെ കെട്ടിച്ചമച്ചതാണെന്നുമായിരുന്നു ശ്രീലേഖ നേരത്തെ ഓൺലൈൻ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലും പറഞ്ഞു എന്നുള്ളതായിരുന്നു ഈ കോടതിയലക്ഷ്യ ഹർജിയിൽ നടി ഉന്നയിച്ച ആരോപണവും ആക്ഷേപവും. ഇത് ചൂണ്ടിക്കാട്ടി 2024 തന്നെ നടി കോടതിയലക്ഷ്യ ഹർജി കീഴ്ക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. അതിൽ നോട്ടീസും ഒക്കെ അയച്ചുകൊണ്ട് ശ്രീലേഖയുടെ മറുപടിയും കീഴ്ക്കോടതി തേടുകയും ചെയ്തിരുന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ അന്തിമമായിട്ടുള്ള ഉത്തരവ് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ കോടതിയലക്ഷ്യ നടപടിക്ക് ആധാരമായിട്ട് ഈ പറയുന്ന പരാമർശങ്ങളെ കണക്കിലെടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീലേഖയ്ക്കെതിരെ നടി നൽകിയിട്ടുള്ള കോടതിയലക്ഷ്യ ഹർജി തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, ചില സാങ്കേതിക പിഴവുകൾ ഈ ഹർജിയിന്മേൽ ഉണ്ട് എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതായത് ഈ സാധാരണ കോടതിയലക്ഷ്യ ഹർജികൾ സമർപ്പിക്കുന്ന വേളയിൽ അതിന്റെ ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൽ സാങ്കേതിക പിഴവുകൾ വരുത്തി എന്നുള്ള ഒരു വിലയിരുത്തലും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആത്യന്തികമായിട്ട് ശ്രീലേഖയ്ക്കെതിരെ നൽകിയിട്ടുള്ള കോടതിയലക്ഷ്യ ഹർജി തള്ളിയിരിക്കുകയാണ്. നടി തന്നെയാണ് ഇത് കോടതിയലക്ഷ്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഹർജി നൽകിയത്. അതായത് ആ കാലഘട്ടത്തിൽ ഈ കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മുൻ പോലീസ് മേധാവി കൂടിയായിട്ടുള്ള അല്ലെങ്കിൽ DGP ആയിട്ടുള്ള ശ്രീലേഖ നടത്തിയിട്ടുള്ള പരാമർശം അത് കോടതിയലക്ഷ്യ നടപടിയായിട്ട് വിലയിരുത്തേണ്ടി വരും. കേസിന്റെ വിചാരണയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതായിരുന്നു കോടതിയലക്ഷ്യ ഹർജിയിൽ നടി വാദമായിട്ട് ഉന്നയിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ ശ്രീലേഖയ്ക്കെതിരായിട്ടുള്ള കോടതിയലക്ഷ്യ ഹർജി എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. വ്യക്തമാണ്. മുൻ DGP ആർ ശ്രീലേഖ IPSനെതിരായ കോടതിയലക്ഷ്യ ഹർജിയാണ് കോടതി തള്ളിയത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് പങ്കില്ലെന്ന പരാമർശത്തിനെതിരെയായിരുന്നു ഹർജി. നടി നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത്. എറണാകുളത്തു നിന്നും രേഷ്മ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.